നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ. വെൽക്കം ടു ദി ഷോ. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെയാണ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. നെൽസൺ ഷൂറനാട് ആൻഡ് വിനു അടിമാലി. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട്. അത്ര സുഖമില്ല, കുറച്ച് അതെ. അതെന്താ സുഖമില്ലാത്ത? അല്ലെ അല്ലെ ബിനുചേട്ടൻ ഉള്ളത്രയും സുഖം ഇല്ല എന്നല്ലേ പറഞ്ഞ? അത്രയും സുഖമില്ല എന്ന് പറഞ്ഞ അപ്പൊ അതെന്താന്ന് പറയണം? അസുഖത്തിന്റെ അളവ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആരുടെ ബിനുചേട്ടൻ്റെ? ഓക്കെ. അപ്പൊ എന്തായാലും ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഈ മഴ തന്നെയാണ്. ഈ മഴക്കാലത്തുണ്ടല്ലോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കളക്ടർ തുരുതുര അവധി കൊടുക്കുന്നു. ഈ കളക്ടർമാരുടെയൊക്കെ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം നല്ല ട്രോളാണ്. കുട്ടികൾ വന്നിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്യുന്നത് കണ്ടോ? എല്ലാ ജില്ലാ കളക്ടർമാരുടെയും ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന്റെ താഴെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു കമന്റായിട്ട് എനിക്ക് തോന്നിയത്. ഒരു പയ്യൻ അതിന്റെ താഴെ എഴുതിക്കുക, പഠിച്ച് സാറിനെ പോലെയൊക്കെ വലിയ ആളാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാളെ സ്കൂൾ വെച്ച് ഞാൻ ഈ സ്കൂളിൽ പോകുന്ന വഴി വല്ല തോട്ടിലോ പുഴയിലോ വല്ല ചാടി മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിനൊരു മുത്തിനെ നഷ്ടപ്പെടും. അതുകൊണ്ട് സാറ് ദൈവത്തെ ഓർത്ത് അവധി കൊടുക്കണം. എന്തായാലും കളക്ടർ അവധി കൊടുത്തു കേട്ടോ. എൻ്റെ നാട്ടിൽ അടുത്തിറക്കി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ ഭയങ്കര മഴ എന്നുവെച്ചാൽ അടിമാലി എന്ന് പറഞ്ഞ സ്ഥലം മഴ എന്ന് എഴുതി കാണിച്ചാൽ അവിടെ ഭയങ്കര മഴ. ഞാനിങ്ങനെ ജനലേക്കടെ പുറത്തേക്ക് വെക്കുമ്പോൾ ഒരു തെങ്ങ് നിന്ന് സൂര്യ നമസ്കാരം ചെയ്യുക. ഇങ്ങനെ വളയുന്നു, അങ്ങോട്ട് പറയുന്നു, ഇങ്ങനെ തിരിയുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഞാൻ ഈ മഴയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. ഇവിടെ മഴ പെയ്തു പറഞ്ഞില്ല, ചാക്കോൾ ഒരു ഉടുപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ബാക്കി ഒന്നും ചാക്കിനകത്തായതുകൊണ്ട് പുറത്ത് നടക്കണമെന്ന് ഞാൻ അതിൽ ആലോചിച്ചത്. ഈ മഴയുടെ ഞങ്ങളൊക്കെ പഠിക്കുമ്പം അതായത് ഒരു 8:30 ആകുമ്പോഴേ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോള് ഷേർലി എന്നുള്ള പേര്, അവളങ്ങ് റെഡി ആയി വരും. ഞാൻ എൻ്റെ ചേട്ടൻ അന്നേരം കോലി കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇവിടെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമാണ്. ഇങ്ങനെ നേരത്തെ വന്നതിനിങ്ങനെ ദേഷ്യം. അത്ര അമ്മ ഈ എവിടെ കാണുമ്പോൾ വരും. പിന്നെ അമ്മ വഴക്കൊന്നും പറയത്തില്ല. അമ്മ ഉടനെ അയ്യോ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, കൊച്ചി രാവിലെ വന്നേക്കും, എന്നിട്ട് അമ്മ ഒരുങ്ങുന്നില്ല, അമ്മ പോകുന്നില്ല, എൻ്റെ മറ്റു മക്കൾ കാരണം. ഇപ്പം നമ്മൾക്ക് ദേഷ്യം കൂടി വന്നിട്ട് പെട്ടെന്ന് പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് പോകും. എന്നിട്ട് എവളെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുത്തി ഉപദ്രവിച്ച് സ്കൂളിൽ വരെ ഉപദ്രവിക്കും നേരത്തെ വരുന്നതിന്. പിന്നെ മഴ പെയ്താൽ, അതാ ഞാൻ ആലോചിച്ചത്, മഴ പെയ്താൽ ഏതെങ്കിലും ഒരു കടയിലോ ഒരു വീടിന്റെ സൈഡിലോ കയറി നിൽക്കത്തില്ല. അവളെയും വിളിച്ചോണ്ട് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കും എന്നിട്ട് നനഞ്ഞിട്ട് മൊത്തമായിട്ട് നനഞ്ഞിട്ട് തിരിച്ചു വരും. നമുക്ക് ഇനി വീട്ടിൽ പോകാന്ന് പറഞ്ഞ് തിരിഞ്ഞു പോരും. അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ. മഴ അന്ന് ഈ കളക്ടർ ഉണ്ടായിരുന്നു, നമുക്ക് അത്ര അവളെ നനയ്ക്കേണ്ടി വരത്തില്ല, ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ കളക്ടർമാർ കുറച്ചും കൂടെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തോണ്ട് നമുക്ക് ഇന്നത്തെ കോമഡി മസാലയുടെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ സീറ്റിലേക്ക് സ്വാഗതം. സന്തോഷം. ഒരു രസികൻ സ്കിറ്റുമായിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നു ടീം കോമഡി മേക്കേഴ്സ്. ഹലോ, എവിടെ പോയിട്ട് വരുന്നത്? ഞാനൊന്ന് അമ്പലത്തിൽ പോയതാ മക്കളെ. തൊഴാൻ പോയതായിരിക്കും. അല്ല, ഉണക്കമീൻ മേടിക്കാൻ. എടാ, അമ്പലത്തിൽ പിന്നെ തൊഴാനല്ലാതെ പിന്നെ എന്തിനാ പോകുന്നത്? എവിടുന്ന് വരുന്നതാ? അല്ല, ഈ ഇടയായിട്ട് ഇച്ചിരി ഭക്തി കൂടുതലാണല്ലോ നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തമായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടേ മുതലേ ഭക്തി കൂടുതലാ. ദൈവഭക്തി ഭയങ്കര കൂടുതലാ. പാപ്പന്റെ പെണ്ണുമ്പിള്ള വല്ലവരും കൂടെ ഇറങ്ങിപ്പോയല്ലോ, അതെന്താ? അതെന്നാന്ന് വെച്ചാലേ അവക്ക് ദൈവത്തോട് മാത്രമേ ഭക്തിയുള്ളൂ, എന്നോട് ഭക്തി ഇല്ലെന്ന്. മോനെ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പോരാ, ഞങ്ങളെ പറ്റി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നെൽസൺ മോന് വേണ്ടി ഞാനൊന്ന് ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭഗവാനെ, നെൽസൺ മോന് ഹിന്ദി സിനിമയിൽ ഹീറോ ആയിട്ട് നല്ലൊരു വേഷം കൊടുക്കണേ. അതിനു വേണ്ടി പളനി ചെന്ന് തല മൊട്ടയടിച്ച് 32 ശൂലവും കവളത്ത് കയറ്റിയാക്കാമേ. അത്രയും വലിയ സ്നേഹം നമ്മള്, ഇത്രയും വലിയ സ്നേഹം ഉണ്ടല്ലോ നമ്മളോട്. നമുക്ക് വേണ്ടി മൊട്ടയടിക്കാനും ശൂലം കുത്താനും ഒക്കെ ആയിട്ട്. ആര് മൊട്ടയടിക്കുമെന്ന്? ഞാനല്ല, പിന്നെ നീനെ കൊണ്ട് മുട്ടടിപ്പിക്കാന്നാണ് ഞാൻ നേർന്നത്. ഈ നേർച്ച അങ്ങനെ തെറ്റിച്ച ദൈവമേ, നിന്റെ ഹിന്ദി പടത്തിലെ ഭാവി എനിക്കറിയാൻ മേലാട്ടാ. അതെ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാ. എന്ന് വെച്ചാൽ എനിക്കൊരു മരുമോനുണ്ട്. മരുമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാവൃത്തികെട്ട കുരുത്തക്കെട്ട ചക്കലായിരുന്നു. അവന് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിപ്പോ നേരെയായി. അവനിപ്പോ ഒരു തീർത്ഥയാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുക.
അനുഗ്രഹിച്ചടാ, അനുഗ്രഹിച്ചു. നന്നായി. അനുഗ്രഹമൊക്കെ അവിടെ ഇരുന്നോട്ട് കാലെ കിടക്കുന്ന ചെരുപ്പ് ഉരിങ്ങനെ എത്ര നേരമാണ് നോക്കി നടക്കുന്നു. നാളെ പോകേണ്ട ചെരുപ്പ് ഇട്ടോണ്ട് നടക്കുവാന്നോ? അല്ല, ഞാനേ അമ്പലത്തിൽ പോയപ്പോഴേ അറിയാതെ ഇട്ടണ്ട് പോയാ. അതാ ഞാൻ ഇട്ടപ്പോ ചെറിയൊരു ലൂസ്. കാര്യം നല്ല ലൂസ്, നിങ്ങളുടെ തലയ്ക്കാ ലൂസ്. എന്നാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. അതേടാ മോനെ, നീ ഏതായാലും അവിടെ പോകുമ്പോഴേ എന്നെ കൂടി കൊണ്ടുപോകൂ. എവിടാ? തീർത്ഥയാത്രക്ക്. തീർത്ഥയാത്രയ്ക്കോ? ഇപ്പം കൊണ്ടുപോകാനായിട്ടില്ല, പിന്നെ ഞാൻ കൊണ്ടുപോവാം. എപ്പോഴാടാ? ഇങ്ങനെ തീർന്നിട്ടേ 3 നെല്ലായിട്ട് കിടക്കുമ്പോ അത് കുടത്തി വെച്ച് തലയിൽ വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ട് ഒഴുക്കിക്കോളാം. അല്ല, നിന്റെ അപ്പ പോകുമ്പോ അങ്ങോട്ട് ഒരിക്കാ മതി. അതെ, ഞാൻ യാത്രയ്ക്ക് പോകാൻ ഒരു സംശയം ചോദിക്കട്ടെ. നീ കാശി, രാമേശ്വരം, മധുര, പഴനി വഴി ഇങ്ങനെ വലയം വെച്ചാണോ വരുന്നത്? വലയം വെച്ച് ഞാൻ മീൻ പിടിക്കാൻ പോകുവാണോ? ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ. അതല്ല, ആ വഴി കറങ്ങിയാണോ നീ വരുന്നതെന്ന്? ഞാൻ കറങ്ങിയോ നിരങ്ങിയോ എങ്ങനെയും പൊക്കോളാം. നിങ്ങൾ വേറെ പണി നോക്ക്. എനിക്കൊരു ഡ്രസ്സൊക്കെ ഉള്ളതെന്ന് എടുത്തു വെക്കുവല്ല, സഹായിക്കുവല്ല, കിണുകിണുക്കിണാന്ന് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുക. ഇതാണ് എന്റെ മരുമൂര്. ഒന്ന് പറഞ്ഞ് രണ്ടിന് ദേഷ്യപ്പെടും. എന്റെ ദൈവമേ, ഞാനൊന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. ഭക്തി നിർഭരമായ സാന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു പോകും അല്ലേ? ഭക്തി നിർഭരമായിട്ട് കാശി, രാമേശ്വരം, പാണ്ടി, മലയാളം ഒക്കെ പോയി ഭഗവാനെ ഒന്ന് ദർശിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരണം. അതല്ലേ? ആ ആട്ടെ, ഞങ്ങൾ പോകുമ്പോഴേ എന്നാലും ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ നേർച്ച തരാം. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രശ്നവുമില്ല. ആത്മീയ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് യാതൊരു മടിയില്ല. ഒരു മടിയില്ല. ആത്മീയത അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ലൗകികത ആൾക്കാരൊക്കെ കാണുന്നു. സത്യം പറ, സത്യം പറ. ഈ ബെർമൂഡ ഇട്ടോണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞേ? ഞാൻ കാശി, രാമേശ്വരം, പാണ്ടി, മലയാളം അടച്ചു വണ്ണ സ്ഥലത്തേക്ക് പോകണോ? ചുമ്മാ അടങ്ങിയിട്ട് അവിടെ കേക്കല്ലെന്ന്. ഇത് സംഭവം എന്നാന്നറിയോ? ഇവിടുത്തെ ആ കിളവനും എന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്തു വിടത്തില്ല. ആത്മീയത തലയ്ക്ക് പിടിച്ചിരിക്കുക. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്നെ എവിടെ വേണേലും വിട്ടോളൂ. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ആത്മീയതയായിട്ട് ആത്മീയയാത്ര പോവാന്ന് പറഞ്ഞിട്ട് പോവാ. ഇന്നാൾ എനിക്ക് ഇതുപോലൊരു പണി കിട്ടിയതാ. പളനിക്ക് പോവാന്നും പറഞ്ഞോണ്ടേ എറണാകുളത്ത് മറ്റേ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യാൻ. ഓ, താണ്ടത് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. നീ ഇച്ചിരൂടെ പറഞ്ഞാൽ അവരുടെ റേഷൻ കാർഡും ആൾക്കാരും വീട്ടിൽ എത്ര പേരുണ്ടെന്നും പറഞ്ഞല്ലോ. എന്നെക്കാട്ടി വലിയ ആരാധനയാന്ന് തോന്നുന്നല്ലോ. ഏറെക്കുറെ. അങ്ങനെ ഞാൻ പളനിക്ക് പോവാന്നും പറഞ്ഞ് അവിടെ ചെന്നു. ഈ പെണ്ണുമ്പിള്ള കണ്ടപ്പോൾ എനിക്ക് ആരാധന മൂത്ത് ആൾക്കാരെ തുഴഞ്ഞു മാറ്റിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പോയി സെൽഫി എടുത്തു. മുടിയാനെ കൊണ്ട് ലൈവ് TV കാണിച്ചിരിക്കുവായിരുന്നു. ഈ കിളവൻ അത് TV കണ്ടിട്ട് ഞാനേ പളനിക്ക് പോയ ഞാൻ സണ്ണി ലിയോണ്ടൂടെ നിൽക്കുന്നു പറഞ്ഞ് പെണ്ണുമ്പിള്ളയോട് പറഞ്ഞു കൊടുത്തു. അല്ല, അതങ്ങനെ ശരിയാ? പുള്ളി ആത്മീയതയുടെ ആളല്ലേ? ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കാ പുള്ളി ആത്മീയത കൂടുതൽ. സണ്ണി ലിയോൺ പുള്ളിയുടെ ദേവതയാന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ ഇത് എവിടെ പോയി കിടക്കുന്നു? ഗോവ കടപ്പുറത്ത് വന്നാണ്ട് ഈ ടീഷർട്ട് ഇട്ടുണ്ട് അങ്ങോട്ട് കടപ്പുറത്തും ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഗോവ 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 ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിൽ ഒഴുകും ദൈവമേ രക്ഷിക്കണേ കാത്തുകൊള്ളണേ. തീർത്ഥയാത്രയ്ക്ക് പോവാണേ. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ? ഞാനിവിടെ കഴുകി വൃത്തിയാക്കി. അയ്യേ, കഴുകി വൃത്തിയാക്കി നിങ്ങളല്ല, ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയത്. അതല്ലെന്ന് തോക്കി കയറി വെടിവെക്കാതെ. ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഒരു തോർത്ത് ഇവിടെ കൊണ്ടുവച്ചിരുന്നു. എവിടെ കൊണ്ടുവച്ചത്? അയ്യോ, നിങ്ങൾ കുളിക്കാൻ വെച്ചതായിരുന്നു അത്. എന്റെ പൊന്നോ, കൈക്കലയ്ക്ക് പോലും കൊള്ളാഞ്ഞിട്ട് ഞാൻ എടുത്ത് അടുക്കള തുടച്ചു. അയ്യോളാ, ഇവള് പറയുന്നത് കേട്ടോ, കൈക്കലയ്ക്ക് കൊള്ളത്തുന്ന ആ തോർത്തിന്റെ മഹത്വം എന്താന്ന് നിനക്കറിയാവോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന തോർത്ത ഞങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങളുടെ അപ്പന് കൊടുത്തു. ഞങ്ങളുടെ അപ്പൻ അത് എനിക്ക് തന്നു. അങ്ങനെ പാരമ്പര്യം തിങ്ങി നിറഞ്ഞ തോർത്ത അതറിയാവോ? തിങ്ങി നിറഞ്ഞു നിറച്ച് ചെളി അഴുക്കും തിങ്ങി നിറഞ്ഞു തോർത്തായിരുന്നു. ഞാനുണ്ടല്ലോ തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ, നിന്നെ കീത്താടി ഇടിച്ച് ഞാൻ പറിച്ചേനെ. ഇങ്ങോട്ട് വാ ഇടിക്കാൻ. അപ്പൊ എന്നാന്നറിയാവോ, ഞാൻ ഇവിടെ തോർത്തൊരെണ്ണം അലക്കി മടക്കി വെച്ചിരുന്നു. ഇവള് കൊണ്ട് അടുക്കള തുടച്ചെന്ന്. എല്ലാ പണിയാണ് നീ കാണിച്ചത്? എന്റെ അപ്പൊ അത് മൊത്തം അഴുക്കും ചെളിയായിരുന്നു. അപ്പൊ നന്നായി പോയി. അല്ല, ഇവള് കാണിച്ചത് ശരിയാണ്. ഇവള് കാണിച്ചത് ശരിയാണ്. നീ ഒരാളാണോടാ? ആണുങ്ങളായ നട്ടല് വേണോടാ, നട്ടല് വേണം. അതെന്നെ അങ്ങനെ സംസാരിക്കുന്നത്? നിനക്കറിയാമോ, ഇവളുടെ അമ്മയും ഞാനും കൂടി 10-35 വർഷം ഈ കുടുംബത്ത് ഒരുമിച്ച് ജീവിച്ചതാ. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. 35 വർഷം ഒരുമിച്ച് ജീവിച്ചല്ലോ. ഇതുവരെ ആ പുള്ളിക്കാരത്തോട് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനാ? അതല്ല പറഞ്ഞത്. എടാ, പണ്ടത്തെ കാലമല്ല, ഇപ്പൊ കാലം മാറി. കാലം പോയത് നിനക്ക് അറിയത്തില്ലേ? കാലം പോയെന്ന് എനിക്കറിയാം. അല്ലേ, കാലം വന്ന ഇതിനു മുമ്പ് എപ്പോഴോ ഇതിനെയൊക്കെ അങ്ങ് മേളോട്ട് കൊണ്ടുപോയേനെ. അതല്ല പറഞ്ഞത്. എടാ, നാടോടുമ്പോ നടുവേ ഓടണോന്ന്. ആദ്യം നേരെ ചെവി ഒന്ന് നടക്കാൻ പഠിക്ക്, എന്നിട്ട് നടുവേ ഓടാം. ഇവനെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? എടാ, ഞാൻ പറഞ്ഞു വന്നതേ, പണ്ടത്തെ പോലെ ആണുങ്ങൾ ഇപ്പൊ പെണ്ണുങ്ങളുടെ അടിമയായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കണം, എന്നല്ലേ തടിക്ക് നല്ലത് അല്ലേ? ഏത് ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്നത്? ഇപ്പൊ നീ TV സീരിയൽ ഒന്നും കാണാറില്ലേ? അതിനകത്ത്
ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിട്ട് എളിമയായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ടി വി സീരിയൽ കണ്ടാ നിങ്ങൾ പെണ്ണുമ്പിള്ള അടിമയായിട്ട് ഇത്രയും നാളും ജീവിച്ചത്. അത് തന്നെയല്ലെന്ന് സർക്കാർ വരെ പെണ്ണുങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ? കാര്യം ചെയ്ത് കൊടുക്കും. റേഷൻ കാർഡ് വരെ പെണ്ണുങ്ങളുടെ പേരിലേക്ക് ആക്കിയില്ലേ ഇപ്പൊ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഓരോ ലോജിക് ഉണ്ട്. സർക്കാർ അങ്ങനെ ചിന്തിച്ച് ചെയ്താ. റേഷൻകളിൽ നിന്ന് കിട്ടുന്നത് എന്തുവാ? എന്താ? 2 രൂപയുടെ നാറുന്ന അരിയും ഭൂന്ന് കത്തുന്ന മണ്ണെണ്ണയല്ലേ? ഓ. ഇതിന്റെ രണ്ടിന്റെ സ്വഭാവം ഒരുപോലെ, അതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കിയത്. അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ എഴുതി അതുകൊണ്ടാ. അതല്ല, എനിക്കിപ്പോ പേടി അതല്ല. എന്നെ പോലുള്ള ആണുങ്ങൾ ഇനി ഗർഭം ധരിക്കണമെന്ന് സർക്കാർ പറയുമെന്ന എന്റെ ഒരു ആശങ്ക. അയ്യോ, ആശങ്ക. ഇനി അത് ഗർഭം ധരിച്ച് പ്രസവം കൂടെ കഴിഞ്ഞിട്ടേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇനി ഇതിന്റെ കൊച്ചിനൂടെ ഞാൻ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പം തന്നെ കേട്ടോ. പറഞ്ഞെന്നുള്ളൂ. എടാ മോനെ, എടാ പിന്നെ നീ ആദ്യം എങ്ങോട്ടാടാ പോകുന്നേ? ഞാൻ കാശില്ല. കാശില്ലെങ്കിൽ കുറച്ച് പൈസ ഞാൻ തരായിരുന്നല്ലോടാ. കാശില്ലാതാണോ പോകുന്നേ? ആദ്യം കൊണ്ടാ ചെവി കൊണ്ടുപോയെന്ന് കഴുകും. ഞാൻ കാശിയിലോട്ട് ആദ്യം പോന്നേന്നാ പറഞ്ഞേ. ഓ, കാശിക്കാതല്ലേ? അപ്പൊ കൂടാരം ഇല്ലടാ? കൂടാരം കൊണ്ട് പോവാൻ ഞാൻ സർക്കസിന് വല്ലതും പോവാന്നോ? ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവാ. എടാ അതല്ലെന്ന്, കൂടെ ആരും ഇല്ലെന്ന്. കൂടെ ആളുണ്ട്. എന്റെ ആത്മാർത്ഥ കൂട്ടുകാരായ സുരേഷും രതീഷും. മാസ്റ്റ് കൂട്ടുകാരാ? എന്നാ? എടാ ഈലാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലത്തെ കൂട്ടാ നിനക്കുള്ളത്. ഈ പറയുന്ന പുള്ളിക്ക് ഒരു പേപ്പട്ടി പോലും കൂട്ടില്ല, എന്നിട്ട് ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടുണ്ടെന്ന്. എടാ ഈ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇവന്മാരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഒഴിവാക്കണമെന്നോ? എടിയേ, നീ വന്നേ. അവളെ വിളിക്കണം. ഈ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടോ, ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഞാനേ ഒറ്റയ്ക്ക് പോണെന്ന്, കൂട്ടുകാരും കൊണ്ടുപോകണ്ടാന്ന്. അയ്യോ, ഒറ്റയ്ക്ക് നിങ്ങൾ പോകണ്ട. അത് പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട് പോകുമ്പോ അപ്പനും കൂടെ കൊണ്ടുപോകും. അതാ ഞാൻ പറഞ്ഞത്, പെട്ടി എടുക്കട്ടെ. കെട്ടിയെടുക്കാനല്ല, പെട്ടി എടുക്കട്ടെ. പെട്ടി എടുക്കേണ്ട ടൈം ആവുമ്പോൾ ഞാൻ തോളത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് കുഴിച്ചിട്ടോളാം. എന്തായാലും ഈ പുള്ളിയെ കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ ഈ ദുഷിപ്പൊന്ന് നിർത്ത മനുഷ്യ. ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നല്ലേ, ആദ്യം നിങ്ങളുടെ ദുഷിപ്പൊക്കെ കൊണ്ടുപോയി അവിടെ ഒന്ന് കള. ദുഷിപ്പ് കൊണ്ട് കളയണം. ഒരു കാര്യം ചെയ്യും, എന്നാ അപ്പച്ചനോടെ പോരെ. അവനക്ക് മനസ്സിലായ കാര്യം. അവിടെ കൊണ്ട് കളഞ്ഞേക്ക. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുഷിപ്പാണല്ലോ. ഒരു കാലത്ത് നന്നാത്തില്ല. നീ അങ്ങ് തനിച്ചങ്ങ് പോയാ മതി. എന്താ, എനിക്ക് ദീർഘദൂര യാത്ര ചെയ്താലേ ഛർദിക്കാൻ വരും. എന്ന് പറഞ്ഞാൽ വയറ്റിക്കണ്ണിയായിട്ട് നിൽക്കുമല്ലേ ഛർദിക്കാൻ വരാനായിട്ട്. അളിയാ പോണ്ടേ? ബോണ്ടായോ? ബോണ്ടല്ല, പോകണ്ടേ? ഇനി വന്നേ. എന്താ? ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് വന്നോളാന്നാന്നോ പറഞ്ഞു. നിങ്ങളോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞോ? എന്ന് വെച്ചാൽ സമയം ഇത്രയല്ലേ, ഞങ്ങളെല്ലാം അവിടെ വെയിറ്റ് ചെയ്തെന്ന്. ഉള്ള മണ്ടത്തരം ഒന്ന് വിളിച്ച് പറഞ്ഞേക്കല്ലേ. ഞാനിപ്പോ റെഡി ആയിട്ട് ഇറങ്ങാം. നിനക്ക് ഇതൊക്കെ വിശ്വാസമായോ? എന്തുവാ ഈ കുവേരക്കുഞ്ചി ഇവിടെ കൊണ്ട് വെച്ചേക്കാം. നിന്റെ അപ്പൻ ഇത് മിണ്ടോ? കുഞ്ചി അല്ല, പിന്നെ അപ്പനാപ്പനെയോ? അപ്പനാപ്പനല്ലെന്ന്, അപ്പനാന്ന്. അപ്പം മരിച്ചു എന്നല്ലേ എന്നോട് പറഞ്ഞു? പറഞ്ഞ ഞാൻ മരിച്ചു പോയി. അത് എന്റെ അപ്പം മരിച്ചു പോയെന്നാ പറഞ്ഞേ. പെണ്ണുമ്പിള്ളാണ് അപ്പനാ. ഇതെന്റെ കൂട്ടുകാരാ സുരേഷും രതീഷും. അമ്മാവൻ എപ്പോ വന്നു? പണയത്തില്ല, ഗണിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാലേ, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തെ അന്ന് വൈകിട്ട് അടുക്കള കാണാൻ ഇവരെല്ലാം കൂടെ വന്നായിരുന്നു. ഈ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഗ്രഹപ്പഴയ്ക്ക് നല്ല ഇതിനു വേണ്ടി ഞാൻ ചോദിച്ചു, അമ്മാവ നാളെ പോയാ പോരായോ എന്ന്. മനസ്സിലായോ? 14 വർഷമായി ഇപ്പോഴും ഇങ്ങർക്ക് നാളെ ആയിട്ടില്ല. ഇവിടെ തിന്നും കുടിച്ച് കിടക്കുക. ഇതാണ് ഇയാള് പറഞ്ഞ മൂദേവി? അളിയൻ പറഞ്ഞ മൂദേവി ഇതാണോന്ന്? മൂദേവി അല്ല എന്റെ ഭാര്യ ശ്രീദേവി. അങ്ങനെയല്ല, വീട്ടിൽ കയറുവാൻ ബന്ധു ശല്യം ചെയ്യുന്ന ഒരു മൂദേവിയുടെ കാര്യം അങ്ങനെയല്ല. എടി എന്നാന്ന് ചോദിച്ചാലേ, നിന്നെ മനസ്സിൽ വരുമ്പോ ഞാൻ അവിടെ വന്നിട്ട് സുഖമോ ദേവി സുഖമോ ഇങ്ങനെ പാടും. ഇമാരി ഈ സുഖം കേൾക്കത്തില്ല. മൂദേവി എന്നാ ഇവര് കേട്ടത്. എന്റെ ചക്കരെ ഞാൻ അങ്ങനെ പറയും. എനിക്ക് തീർത്ഥാടനത്തിന് പോകാനുള്ള എല്ലാ പൈസയും തന്നെ ഇവിടെ. അതൊക്കെ പോട്ടെ, നമുക്ക് പോകണ്ടേ? അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കുവാന്നല്ല, കറക്റ്റായിട്ട് പറയണം. അത് എന്നാന്ന് ചോദിച്ചാലേ, നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോഴേ അടിച്ചു നനച്ച് കുളിച്ചിട്ട് കയറണോ? അതാ പറഞ്ഞ അടിച്ചു പൊളിക്കാനും നല്ല അടിച്ചു നനച്ച് കുളിക്കണമെന്നാ പറഞ്ഞേ. ഇവര് ഇംഗ്ലീഷ് പറയുന്ന. നമ്മൾ കഥവ് തുറന്നിട്ടിരിക്കുന്ന ഡോർ അടച്ച് നീ അടച്ചിട്ട് വരണമായിരുന്നു. പാവം ഇവര് ഇംഗ്ലീഷ് പറഞ്ഞാ വന്നിട്ട് നമുക്ക് പോകാം, നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം, കുഴപ്പമില്ല, നശിപ്പിക്കല്ലേ. ഇവന് എന്തൊക്കെ പ്രാന്താണെങ്കി പറയുന്നത്? അപ്പൊ നമ്മുടെ മസാജ് മദാമയൊക്കെയോ? മസാജല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് ഫോൺ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ചെന്നെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കണം. മസാജാണോ?
എടാടാ അപ്പൊ മദാമയുടെ കാര്യം പറഞ്ഞായിരുന്നു ആരുടെ മദാമയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. മദാമയുടെ കാര്യം പറഞ്ഞായിരുന്നു. പറഞ്ഞു. ഇതൊക്കെ കേൾക്കാൻ ഇങ്ങനെ ചെവിക്ക് ഒരു കുരുവില്ല. മദാമേ എന്നല്ല ഞാൻ പറഞ്ഞേ. അതെന്ന് പറഞ്ഞാൽ മൈദമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗോതണ്ടപാണി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ അവിടെ ആ ഗോതണ്ടപാണി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഉണ്ട്. ഞാനും സുരേഷും കൂടി അവിടെ കിഴങ്ങ് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ അനങ്ങാൻ വയ്യാതിരിക്കുന്ന അങ്ങനെ ഗോതണ്ടപാണി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. എടാ ഇവർ ഏത് ക്ഷേത്രത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? അങ്ങനെ ക്ഷേത്രം ഉണ്ടാ അവിടെ പണ്ടൊരു സ്വർണ്ണത്തിന്റെ മണി കാണാതെ പോയി ആരാണ്ട് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസുണ്ടായ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അവിടെ മണി കാണാതെ പോയായിരുന്നോ? ആരാണ്ട് മോട്ടിച്ചോണ്ട് പോയായിരുന്നു? എന്നാ ഈ പുള്ളി പോയിട്ടുണ്ട് കറക്റ്റ്. ഞാൻ പോയിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ അങ്ങനെ ഗോതണ്ടപാണി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ മൈദമാവ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി, പൊറോട്ട അവിടുത്തെ നേർച്ച. അവിടെ പൊറോട്ടയും സാമ്പാറും അവിടുത്തെ നേർച്ച എനിക്കറിയാവുന്നതാ. അല്ല നിനക്ക് വിശ്വാസമായില്ലല്ലേ? നിനക്ക് വിശ്വാസമായില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവന്റെ അമ്മ, എന്റെ അമ്മ പറ നീ കൊള്ളത്തില്ല, നീ മാറി നിൽക്കും. നീ പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഇവന്റെ അമ്മ കൊച്ചിലെ. ഇവന്റെ അമ്മ കൊച്ചിയിലാണോ? അല്ല എന്റെ അമ്മ തിരുവനന്തപുരത്താ. പിന്നെ അവൻ കൊച്ചിയിലാന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞേ? അങ്ങനല്ലെന്ന്. ഇവന്റെ കൊച്ചിലെ ഇവന്റെ അമ്മ. ഇവന്റെ അമ്മയുടെ കൊച്ചിയിലെ. അമ്മയുടെ ഞാൻ വല്ലതും പറയും കേട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ എടി ഇവന്റെ കൊച്ചിലെ ഉണ്ടല്ലോ, ഇവൻ സംസാരിക്കത്തില്ലായിരുന്നു. ആണോ? എനിക്കറിയത്തില്ല പെങ്ങളെ. അല്ല എടാ, അല്ലെങ്കിലും കൊച്ചിയിൽ ആരും സംസാരിക്കത്തില്ല. നീയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതല്ലെന്ന് 3.5 വയസ്സ് വരെ ഇവൻ സംസാരിക്കത്തില്ലായിരുന്നു. നീ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഗോതണ്ടപാണി ക്ഷേത്രത്തിൽ കൊണ്ടിട്ടുണ്ടല്ലോ, ഇവനെ കൊണ്ടുപോയി പിന്നെ എന്തുവായിരുന്നു നടക്കടിച്ചു. നടക്കടിക്കാൻ അവൻ എന്നാടാ തേങ്ങയാണോ? കിളവൻ സമ്മതിക്കില്ല. അല്ല എന്നുകൊണ്ട് നടക്കിരുത്തി. നടക്കിരുത്താൻ അവൻ എന്നാടാ ആനയാണോ നടക്കിരുത്താൻ? സമ്മതിക്കുകയില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോകുക. ഇത് മാറ്റിയിട്ട് നിങ്ങളെ തീർത്തിട്ടുള്ളൊരു യാത്രയാകല്ലോ. മനസ്സിലായല്ലോ? മര്യാദക്ക് അവിടെ ഇരുന്നോണം. എന്നിട്ടുണ്ടല്ലോ നീ ഇങ്ങ് വാ പറഞ്ഞുതരാം. നീ വിശ്വസിക്കണം ഇത്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പൂജയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഇവൻ സംസാരിക്കാൻ തുടങ്ങിയേ. എടാ നീ സംസാരിക്കോടാ? അതുണ്ടല്ലോ അമ്മ ഇപ്പൊ പറഞ്ഞില്ല. എന്റെ അമ്മച്ചി അവിടെ നിന്ന് നേരത്തെ ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് അധികാരം പറഞ്ഞു കയ്യിൽ 5-6 ചരട് കെട്ടിട്ട് അമ്പലത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ തന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് എടാ നീ ഇവിടെ പോകുമ്പോഴേ ഇവൻ അവിടെ നടക്കാൻ കഴിയത്തേക്ക്. എന്നിട്ടേ ഇവന്റെ അമ്മ നേരത്തെ കൊടുത്ത പൊറോട്ടയും സാമ്പാറും ഇല്ലേ, അതിങ്ങ് തിരിച്ചു മേടിച്ചോ. അതിനാ ഇവന്റെ സംസാരം നിർത്താൻ. നല്ല കാര്യമുണ്ട് അങ്ങനെ അടുത്ത് പോയി പറയേണ്ട കാര്യം. എന്നാ പിന്നെ നമുക്ക് പോയാലോ? പ്രാന്ത ഇങ്ങ് വന്നേ. ഞാനേ ഇവിടെ തീർത്ഥയാത്രയെന്നല്ല പറഞ്ഞേക്കുന്നേ. പിന്നെ അല്ല ഗോവയ്ക്ക് പോവെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നേ. ഞാൻ തീർത്ഥയാത്ര പോവെന്നാ ഇവരോട് പറഞ്ഞേക്കുന്നേ. പറയണ്ട. അതിനിടയ്ക്ക് മദാമ്മ മസാജ കുന്തം കൊണ്ട് ഞാനൊരു പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. നേരത്തെ പറയുന്നത് ഞങ്ങൾ കാവിട്ടോണ്ട് വരില്ലായിരുന്നു. നിങ്ങൾ മണ്ടത്തരം പറയാതിരുന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ തീർത്ഥയാത്രയ്ക്ക് പോവാന്നുള്ള സെറ്റപ്പിൽ നിന്നാൽ മതി. പിന്നെ നമുക്കിപ്പോ നൈസായിട്ട് അങ്ങ് പോവാം. ഒരു കുശുകുശുപ്പൊക്കെ ഒന്നുമില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. നമുക്ക് പോയാലോ? അതെ. ആ താണ്ട് പുറകിന്ന് വിളിച്ചല്ലോ. പുറകിന്നല്ല, ഞാൻ സൈഡിൽ നിന്നാ വിളിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാ നിങ്ങള് തീർത്ഥയാത്രക്ക് തന്നെയാണോ പോകുന്നത്? ഞങ്ങൾ അമ്മയാണ് സത്യം, ഞങ്ങൾ തീർത്ഥയാത്രക്കാ പോന്നെ. അല്ലാണ്ട് ഗോവയ്ക്കൊന്നും അല്ലേ? പറഞ്ഞായിരുന്നോ? നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾ തീർത്ഥയാത്രക്കാ പോകുന്നത്. നീ എന്നാ അങ്ങനെ സംസാരിച്ചേ? അല്ല, ഈ ഡ്രസ് ഓക്കെയാ, ഓക്കെ. പക്ഷെ ഈ ഡ്രസ് കണ്ടിട്ട് ഗോവയ്ക്ക് പോകുന്ന ഒരു ലക്ഷണം. ഗോതണ്ടപാണി ക്ഷേത്രത്തിൽ ഗോതണ്ടപാണി ക്ഷേത്രത്തിലാണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കാഷായം നമ്മൾ അഴിഞ്ഞിട്ട് ഭഗവാനെ തൊഴും. അപ്പൊ ഇതെല്ലാം ഊരി കളയാൻ കൊണ്ടുപോകുന്നതാ ഇതൊക്കെ. മനസ്സിലായത്? അല്ല, ഗോവയ്ക്കല്ല. ഗോവയ്ക്കൊന്നും പോകത്തില്ല. മക്കളേടാ, നിങ്ങൾ അവിടെ ചെന്നിട്ട് എവിടെയാടാ താമസിക്കുന്നത്? ഞങ്ങൾ റിസോർട്ടിൽ സിറ്റ് ഔട്ടിൽ അമ്പലത്തിന്റെ സിറ്റ് ഔട്ടിലാണ് താമസിക്കുന്നത്. സിറ്റ് ഔട്ട് അല്ലായിരുന്നു, ശ്രുതി മണ്ഡപം. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. ശ്രുതി മണ്ഡപം എന്നാ അതിന് പറയുന്നത്, അറിയാവോ? ടിക്കറ്റ് നിന്റെ കുട്ടി ഞാൻ മണ്ടനല്ല, ഞാൻ നേരത്തെ എടുത്ത് ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് ടിക്കറ്റ് എടുത്തായിരുന്നു? ഞങ്ങളാ ടിക്കറ്റ് എടുത്തായിരുന്നോ? 3 ടിക്കറ്റ് നിന്റെ തന്നെ കളഞ്ഞോ? അത് ഇവിടെ വെച്ചായിരുന്നു. തുണിക്കടെല്ലാം കാണുമായിരിക്കും. ഇതിനകത്തിരുന്ന് ടിക്കറ്റ് എടുത്തായിരുന്നോ? എടുത്തു, തലയെടുത്ത് കണ്ട. അതങ്ങനെ കുണിക്കൊണ്ടിരിക്കുന്ന എടുത്തായിരുന്നോ? ഇല്ല ഞാൻ എടുത്തിട്ടില്ലെന്ന്.
എങ്ങനെയാണ് ഒരു സാധനം കാള ഒറ്റ കുതിര കൊന്നിട്ട് ഞാൻ സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോണ്ടേ ഇതൊക്കെ ഇതൊക്കെ എന്നാടാ മീനച്ചാറോ ടച്ച് ചെയ്യില്ലെന്ന്. ഇതെന്തോന്നറിയാവോ? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മമാ അത്. ഇതോ ആ. ഇത് നിന്റെ അച്ഛന്റെ ചിതാഭസ്മമാണോ? അത് എന്റെ അച്ഛന്റെ ചിതാഭസ്മോ? നിന്റെ അച്ഛൻ എന്താണ് അയിലയാണോ? അതല്ല, മീമുള്ളു കിടക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഇതിപ്പോ നോക്ക് ഇവിടെ കാള ഇതിന് ഞാൻ 3 പ്രാവശ്യം ഏൽപ്പിച്ചത് കളയരുന്നു. അയ്യോ നിങ്ങൾ ഇതുവരെ പോയില്ലേ? അല്ല, ഞങ്ങക്ക് ഈ പിന്നെ ഗോതണ്ടപാണി ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഈ തുണിക്കകത്ത് എവിടെ ഉണ്ട്, അത് തപ്പി എടുത്തിട്ട് പോകാൻ നോക്ക്. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. പറയാ നിങ്ങൾ സത്യത്തെ എവിടാ പോകുന്നത്? ശബരിമല പളനി, മധുര അയ്യോ, എവിടാ പോകുന്നത്? വഴി ഗോതണ്ടപാണി ക്ഷേത്രത്തിലോട്ടാ പോകുന്നത്. അല്ലാതെ ഗോവയ്ക്കൊന്നും അല്ലല്ലോ അല്ലേ? അയ്യേ, ഗോവന്ന് കേൾക്കുമ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഓ, രക്ഷപ്പെട്ടു. അതെന്താ? അല്ല, ഞാൻ അടിച്ചു വാരി കത്തിച്ച കൂട്ടത്തിലേ കൊറേ പേപ്പർ കത്തിച്ച് കത്തി തീരാറായപ്പോഴാ കണ്ട 3 ഗോവയുടെ ടിക്കറ്റ്. അപ്പൊ നിങ്ങൾ ഗോവക്കെങ്ങാനും ആണോ പോന്നോർത്ത് ആദ്യ പിടിച്ച് ഞാൻ മരിക്കാറായി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അയ്യോ, ഗോവിന്ദ. അങ്ങനെ വീണ്ടും നമ്മുടെ ഈ ടീമിന്റെ വക ഒരു സൂപ്പർ സ്കിറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. സത്യത്തിൽ ഇങ്ങനെയാണോ ഗോവയ്ക്ക് പോവാറ്? അടവെടുത്ത് പോകാൻ നോക്കിയതാ, നടന്നില്ല. അത് ശരിക്കും ഗോവയ്ക്ക് പോയിട്ടുണ്ടോ? സത്യം പറ. സത്യമായിട്ടും പോയിട്ടില്ല. വീട്ടുകാർ കാണുന്നുണ്ടല്ലേ? ഇത് അമ്മയാണ് കഴിഞ്ഞ സത്യം. പ്രാവശ്യം പഴനിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പോയത് ഗോവയ്ക്കല്ലേ? കുടുംബവഴക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുവാന്നോ? പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഈ ഡ്രസ്സിലാണോ പോയത്? അല്ലല്ല, വേറെ ഡ്രസ്സിലാ. അതുകൊണ്ട് അന്ന് കാഷായമായിരുന്നു. അതെ അതെ. ഓക്കെ, സോ നല്ല രസിക്കുന്ന ഒരു സ്കിറ്റ് ആയിരുന്നു. എന്ത് പറയുന്നു വിൻചേട്ടാ? അത് കാഷായ വേഷം, ഇത് കാശായ വേഷം. ഈ വേഷത്തിലെ ഗോവയ്ക്ക് പോകാൻ ഏറ്റവും എളുപ്പം. എന്തായാലും അടിപൊളി സ്കിറ്റായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുടുംബത്ത് ഒരുപാട് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ? കേക്കണ്ടല്ലോ അല്ലേ ചേച്ചി? വേറെ ആളുകളുടെ കാര്യമാണ്. ഞാൻ ഇതുപോലെയുള്ള തമാശകൾ കഥകളൊക്കെ പറയും. അപ്പോൾ അത് ഏറ്റു കഴിഞ്ഞാൽ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയും. ഓരോ തമാശ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വൈഫ് ചോദിക്കും, ഇതാരാ വിനിച്ചേട്ടാ ഈ തമാശ കഥകളൊക്കെ പറയണേ? അപ്പം ഞാൻ പറഞ്ഞു, എടി എൻ്റെ കൂട്ടുകാരാന്ന്. അപ്പം അവള് പറയും, ഓ അവരുടെ കൂട്ടുകൂടി എൻ്റെ ചേട്ടന് ചീത്തയാവാതിരുന്നാൽ മതി. ഇത് എഴുതുന്ന ലോകിദാസ് ഞാനാന്ന് അവക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ പോയിട്ടില്ലേ? ഗോവയ്ക്ക് പോയിട്ടില്ലേ? ഞാൻ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഈ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടാനും പറ്റൂല. വെറുതെ എന്തിനാ വേറെ എന്തൊക്കെ സ്കിറ്റ് ഉണ്ടാക്കാനുള്ള ടീം ഉണ്ടായിരുന്നു. ശരിയാ, ആലോചിച്ചില്ല, പറ്റിപ്പോയി. നിങ്ങൾ ഷിഹാബ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അപ്പൊ പറ്റൂല ഇനി. അതല്ല, ഇവർ കേരളത്തിലുള്ള എത്ര പേരുടെ യാത്രയെ മുടക്കിയേ? അതേന്ന് ഇതിപ്പോ ഒരു ഭയങ്കര ചതിയായി പോയി. എന്തായാലും അടിപൊളി സ്കിറ്റായിരുന്നു. വിനോദേ അടിച്ച് തകർത്ത് അടിപൊളിയായിരുന്നു. ഈ ഗോവയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു. ഗോവയിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അത് പ്രോഗ്രാമിന് പോയത് തിരുമല ചന്ദ്രൻ്റെ കൂടെ. അന്ന് കാശി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ സ്നേക്ക് ഡാൻസ് ചെയ്യുന്ന. അവനൊരു പുള്ളൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒറ്റക്കുടി കുടിച്ചിട്ട് അങ്ങനെ ലഹരിയായിട്ട് നടക്കും. പാമ്പിനെ ഇങ്ങനെ പിടിച്ച് ഈ ഞങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു വീട്ടിൽ ചെന്നു. എല്ലാവരും കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ കാശിയെ മാത്രം കാണുന്നില്ല. ഗോവയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ, കാശിയെ മാത്രം കാണുന്നില്ല. എല്ലായിടത്തും നോക്കവനെ നോക്കി എല്ലാവരും അവിടെ എല്ലാം കുറ്റിക്കാട് പോകണ്ടെങ്കിൽ ചെറുതായിട്ട്. ഇനി അവിടെ കാണാൻ വല്ല പാമ്പിനെ കണ്ട് അത് പിടിക്കാനായിട്ട് എങ്ങനെ പോയതാണോ? എന്തായാലും അന്വേഷിച്ച് അവിടെ എല്ലാം നടന്നിട്ട് അവനെ കിട്ടിയില്ല. അവസാനം എല്ലാവരും വണ്ടി കയറി. അവൻ എപ്പോൾ അടിക്കുകയും ചെയ്യും. വണ്ടി കയറിയിട്ട് പറഞ്ഞു, ഇനി അവൻ വരുന്നേ വരട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവൻ തമിഴനാ പയ്യൻ. വണ്ടി വിട്ട് പോകാമെന്ന് പറഞ്ഞ് വണ്ടി എടുക്കാൻ നേരത്ത് ആ ഡ്രൈവർ ദൈവമായിട്ട് ചിന്തിച്ചായിരിക്കും, നമുക്കൊന്നുകൂടെ നോക്കിയാലോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് പിന്നെ നോക്കി വന്നിട്ട് ഇയാൾ ചുമ്മാതെ വണ്ടിയുടെ കീഴിലോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ ബാക്ക് വീലിൻ്റെ കീഴിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒന്ന് എടുത്തായിരുന്നെങ്കിലോ വണ്ടി ആലോചിച്ച് നോക്ക്. പട്ടക്കേ എന്നൊരു സൗണ്ട് കേട്ടേന്. അവിടുന്ന് തിരുമലച്ചന്ദ്രൻ 2 കൈ കൊണ്ട് വലിച്ച് ഊരി ഇങ്ങോട്ട് കൊടുത്തിട്ട് പട്ടാന്ന് പറഞ്ഞ് അടിയായിരുന്നു. പിന്നെ അവിടുന്ന് ഇവിടം വരെ ഇടിച്ചവന്. അത്രയ്ക്ക് അല്ല ആർക്കെങ്കിലും വരാനൊക്കെ അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയിരുന്നെങ്കിൽ. അപ്പോൾ അതുപോട്ടെ സ്കിറ്റ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വന്ന അനുഗ്രഹം മേടിച്ചിട്ടേ ചെരുപ്പ് നോക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ പെർഫോമൻസിന് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 majorities
4. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് 4 സ്റ്റാർസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഹാൻഡ് ഓവർ ചെയ്യാൻ ബിനു ചേട്ടനെയും നെൽസൺ ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു അജിൻ വെണ്ണിക്കുളം. അജിൻ നമസ്കാരം. കയറി കുറച്ചും കൂടെ. ഓക്കെ, അപ്പം തിരുവല്ലക്കാരനാണ്. ആ, വെണ്ണിക്കുളം അല്ലേ സ്ഥലം? ഓക്കെ, ശരി. അപ്പൊ എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്ന് ആക്ടേഴ്സിന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഡ്രാക്കുള എന്ന സിനിമയുടെ ട്രെയിലർ ഭാഗം DT സൗണ്ട് ഓഫ് കൂടി അവതരിപ്പിക്കും. ശരി, അപ്പൊ ഇതിൽ ഏത് ആദ്യം ചെയ്യാൻ പോകുന്നത്? ആക്ടേഴ്സിന്റെ സൗണ്ട് ആണോ? ഓക്കെ. ആദ്യമായി നമുക്ക് തട്ടത്തിമരത്ത് എന്ന സിനിമയിലെ ഡയലോഗ് ഉമ്മൻചാണ്ടി സരിത ചേർത്ത് പറഞ്ഞാൽ എങ്ങനെ കേട്ട് നോക്കാം. ഓക്കെ. നിയമസഭ വരാന്തയിലൂടെ ഞാൻ സരിതയോടൊപ്പം നടത്തും. അപ്പം നിയമസഭയെ മാത്രം കണ്ടുവരുന്ന പ്രത്യേക സോളാറിൻ്റെ ഒരു നാറ്റമുണ്ട്. അതോടെ മുടിയിലൊക്കെ തട്ടിത്തളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. നിയമസഭ വരാന്തയോട് ഓരോ തവണ വരുമ്പോൾ ഓള് സോളാറുമായിട്ട് വരുന്നത്. എൻ്റെ പൊന്നു സാറ് അന്ന് ഞാൻ മത്സരിപ്പിച്ചു ഇതുപോലൊരു സോളാറിന് എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന്. അവൾ വേണ്ട, സരിത വേണ്ട, ഈ കാണുന്നവൾ മാറുന്നു വേണ്ട, ലവ് വേണ്ട, എനിക്ക് വേണ്ട, കേരളത്തിൽ ആ സീ മൊത്തം കോൺട്രാ. താങ്ക് യു. ഓരോ മലയാളികളുടെയും ഹൃദയത്തെ സ്ഥാനം ഉറപ്പിച്ച സിനിമയാണല്ലോ എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ ഒരുപക്ഷെ പൃഥ്വിരാജിന് പാർവതിക്കും പകരം ശശികലയ്ക്കും ബിന്ദു പണിക്കറും അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും കേട്ട് നോക്കാം. എടോ മൊയ്തീനെ അനക്ക മുഖത്തിൽ ഇളയിരിക്കണ ഒരുപാട് നിക്കണ തറ തകർന്നു താഴെ പോകില്ല മൊയ്തീന്. കാന്തനമാലേ, നീ ഇപ്പോഴും കഥ പിടിച്ചു വേടുന്ന അറബിക്കടല്ല. അതിന് എത്ര കടപ്പെട്ട ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇതുവഴിയപ്പുഴ അറബിക്കൊളുത്തത് നെയ്യും. ഇതുവഴിയപ്പുഴ അറബിക്കൊള്ളതാണെങ്കിൽ കാന്തന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീൻ്റെ വാക്കാ. വാക്ക് ഏറ്റവും വലിയ സത്യം. മർത്തോമസഭയിലെ വലിയ തിരുമേനി ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം തിരുമേനിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭാഷണം ഒരു ഹാസ്യ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്ത പെരുമാറാവുന്നു. കുഞ്ഞുഞ്ഞിനെ പട്ടി കടിച്ച കാര്യം ഞാൻ അറിഞ്ഞു. അത് ശരിയാണോ? അതാ പട്ടിയായ കടിക്കും. കുഞ്ഞുഞ്ഞി സിനിമയൊക്കെ കാണാതെന്തോ. അതാ സത്യം പറഞ്ഞ നസീർ മരിച്ച കാര്യം പറഞ്ഞില്ല. അപ്പോഴാ സിനിമ കാണുന്ന കൊള്ളാം. കുഞ്ഞുഞ്ഞി എന്നും നിന്റെ മൊയ്തീൻ സിനിമ ഡയലോഗ് ഉണ്ട്. സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട. അതിനോട് കുഞ്ഞുഞ്ഞി യോജിക്കുന്നുണ്ടോ? സിനിമ പറയും സാഹിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണമെന്ന്. പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന എനിക്ക് വേണം, അല്ല ഞാൻ പട്ടിണിക്ക്. അതാ നന്ദി, നമസ്കാരം. കട്ടപ്പള്ളി നടത്തിക്കുന്ന സിനിമയിലൂടെ ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റിയ കഥാപാത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. ഏയ്, നിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശിലൊന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ, ഹോസം. അല്ലെങ്കിൽ ഉള്ളവർ ഇങ്ങനെയാണേ ജീവനുള്ളിൽ സ്നേഹിക്കുന്ന ചെറുക്കന്മാരുണ്ടാവും. അവരെയൊക്കെ കേട്ടിട്ട് ഇതൊരു ഉടായ്പന്മാരെ പറയാൻ വെക്കണം. ഏയ് ദാസപ്പോ, നീ പറഞ്ഞ കറക്റ്റാ. അടുത്തായി ഡ്രാക്കുള എന്ന സിനിമയുടെ ഒരു ട്രെയിലർ ഭാഗം DT സൗണ്ട് എഫക്റ്റ് കൂടി അവതരിപ്പിക്കട്ടെ. അയ്യോ ഡ്രാക്കുള. അയ്യോ ഡ്രാക്കുള. താങ്ക് യു. അജിൻ അടിപൊളിയായിരുന്നു. എന്ത് പറയുന്നു ചേട്ടായിമാർ? സംഗതി വളരെ നല്ലതായിരുന്നു. എന്നാലും അശ്വതിനെ നോക്കി ഡ്രാക്കുള എന്ന് വിളിച്ചത്
വളരെ മോശമായി പോയി. അതല്ല എന്നെ അലേർട്ട് ചെയ്താണ്. ഡ്രാക്കുള ആണല്ലേ? അപ്പോ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്നോട് ഇങ്ങനെ അല്ല, അത് പറഞ്ഞതാണ് മനസ്സിലായില്ല. അലേർട്ട് ചെയ്തതാ. മനസ്സിലായില്ല അത് ആണാണോ പെണ്ണാണോന്നേ. വാ, അപ്പോ നമുക്ക് പോവാം. നന്നായിരുന്നു. മോനെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്, പിന്നെ സ്കൂൾ കലോത്സവത്തിനൊക്കെ. നല്ല ശ്രമമുണ്ട്. ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പോകുന്ന ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് പറയണം, നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റാറുകളുടെ ഫീലില്ലേ, അത് ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൈയടിക്കില്ലേ, അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. ഒരു ഗ്യാപ്പ്. ഇപ്പം ഇത്രയും കാണിച്ച ശ്രമങ്ങളെല്ലാം ഓക്കെയാണ്, ഒട്ടും മോശമെന്നല്ല പറഞ്ഞത് വരുന്നത് കൊണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് തീർന്ന് അവരുടെ നിന്ന് കയ്യടി കിട്ടി, അവരുടെ പ്രോത്സാഹനം കിട്ടിയിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഇത് കയ്യടി കിട്ടണേക്കുമ്പോൾ മോൻ അടുത്തതിലേക്ക് പോവുക അല്ലേ? അപ്പം അങ്ങനെ പോകരുത്. ശ്രമം എല്ലാം നല്ലതാണ്, ചെയ്ത സംഭവങ്ങളെല്ലാം വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഇനി റെസ്പോൺസ് അറിയാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം അല്ലേ? ഓരോ സാധനങ്ങൾ ഓരോ സ്റ്റാർ ചെയ്ത് കഴിയുമ്പോഴല്ല, നമ്മൾ ഒരു നടനെ എടുക്കുമ്പം ആ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ കയ്യടി കിട്ടണം. ആ കയ്യടി കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ അടുത്ത് പറയാവുള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയ്ക്ക് ലൈഫായിരിക്കണം. ഇപ്പോൾ ഓരോ ആളുകളൊക്കെ വന്ന് ഡബ്ബിംഗ് ഒക്കെ ചെയ്യണ, ഡബ് മാഷൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ കേട്ടോ? മോൻ അതിനുള്ള അടിപൊളിയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, എല്ലാം ഓക്കെ കേട്ടോ. അടിപൊളിയായിരുന്നു മോനെ, സൂപ്പറായിരുന്നു കേട്ടോ. ചെയ്തതെല്ലാം വൃത്തിയായിരുന്നു. ഞാൻ ഡ്രാക്കുളയുടെ ചെയ്തത് നല്ല എഫക്റ്റീവായിരുന്നു. നമ്മൾ ഞെട്ടി സത്യം പറയുന്നത് പേടിച്ചില്ലേ? നല്ലതായിരുന്നു, വളരെ വൃത്തിയായിട്ട് ചെയ്തു. ഗുഡ്. ഓക്കെ അജിൻ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് വേദികൾ ഇതുപോലെ കിട്ടട്ടെ. അപ്പോൾ ഇതിലും മികച്ച പെർഫോമൻസുമായിട്ട് നമുക്ക് ഇതേ വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അളിയോ അളിയാ അളിയോ എന്താ അളിയാ? എന്നാ വിളിച്ചേ? എന്താ അളിയാന്ന്? ആരെയാ വിളിച്ചേ? നിങ്ങളെ എന്നെ അളിയാന്നോ? താനാണോ എന്നെ അളിയാന്ന് വിളിച്ചത്? അല്ലേ, ഇയാളല്ലേ ഇങ്ങോട്ട് പോയി അളിയാന്ന് വിളിച്ചേ? ഞാൻ വിളിക്കും, എനിക്ക് വിളിക്കാം. ഞാൻ ആരാന്നറിയാമോ? ഇയാളാരാ? ഞാൻ മൽക്കാട് സാബു. മെക്കാട് സാബു. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു, ഇത് പണിയൊക്കെ കഴിഞ്ഞ ഫ്ലോറാ അത്. മൈക്കാട് സാബു അല്ലെന്ന്, മൽക്കാട് സാബു. വെട്ടേ കുത്തേ കൊലപാതകം, അതാണ് എന്റെ പ്രൊഫഷൻ. അതായത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഈ വെട്ട കുത്ത കൊലപാതകം എന്ന് പറഞ്ഞില്ലേ, ഇത് അങ്ങോട്ട് കൊടുക്കുവോ അതോ ഇങ്ങോട്ട് മേടിക്കുവോ? ഞാൻ ഒരുത്തന്റെ മുമ്പേ കൊച്ചാകാൻ നിൽക്കാറില്ല, കൊച്ചാകാൻ നിൽക്കാറില്ല. ഒന്ന് കൊടുത്താൽ 9 മേടിക്കുന്നവനാണ് മൽക്കാട് സാബു, അറിയോ? ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. ഒരു കാര്യം അറിയാമോ? ഞാൻ കമ്പിയിലാണ് ഇരിക്കുന്നത്. ഞാൻ കമ്പിയിട്ടിരിക്കുവാണെന്ന്. നിങ്ങൾ കസേരയിലിരുന്നൂടെ? നിങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത്? എടോ, എന്റെ ദേഹം മുഴുവൻ കമ്പിയിട്ടിരിക്കുകയാണ്. എതിരാളികൾ വന്ന് വടിവാളിന് വെട്ടിയാൽ എനിക്ക് ഏക്കരുതല്ലോ. കമ്പിയിൽ കൊണ്ട് സ്പാർക്ക് ചെയ്ത് തീ മാറും, അങ്ങനെ അവർ ഭയന്നോടും. മനസ്സിലാവണോ നിനക്ക്? മൽക്കാട് സാബുവിനോടാ കളി. ഞാൻ എന്റെ അളിയനെ തിരക്ക് വന്നാണ് ഇവിടെ. അല്ല അത് ഓക്കെ, ഈ ബൊക്കെ മാലയൊക്കെ ആയിട്ട് എന്താ വന്നെന്ന് മനസ്സിലായില്ല. എന്റെ അളിയനെ സ്വീകരിച്ചോണ്ട് പോകാൻ. അളിയനെ സ്വീകരിച്ചോണ്ട് പോകാനാ? അതിന്റെ ഒരു കല്യാണ പരിപാടി വല്ലതും ആണോ അവിടെ നടക്കണേ? അതെ. എന്ത് പരിപാടി? അതിന്റെ നീയാക്കടെ അളിയനെ എവിടെയാ? തൊട്ടപ്പുറത്തിരിക്കുന്നു. ഞാനോ? സൂര്യനാട് നെൽസൺ. നെൽസൺ സൂര്യനാട് എന്റെ അളിയന. ആര് പറഞ്ഞ ഇയാളെന്റെ അളിയനാന്ന്? അറിയില്ല, മറന്നുപോയല്ലേ? എന്താ മറക്കുന്നേ? ഒന്ന് തിരിഞ്ഞു നോക്കി. ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ എങ്ങനെയാണ് എന്റെ അളിയനാണെന്ന് പറയുന്നത്? ഇടൂ, താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അതല്ലെന്ന്, കുറെ വർഷങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്താ കാര്യം? എന്തുവാ? 7C പഠിച്ച എന്റെ പെങ്ങൾ കഞ്ചന. നിങ്ങളുടെ പെങ്ങള് കഞ്ചാവൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയി? ഇവരെന്താണ് ഈ പറയുന്നത്? എന്റെ പെങ്ങൾ കഞ്ചന എന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ പെങ്ങളുടെ പേരാണ് കഞ്ചന. ഓർമ്മയില്ല അല്ലേ? എനിക്കൊരു ഓർമ്മയില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഞ്ചന. ഏതാണ് കഞ്ചന? ഹലോ മിസ്റ്റർ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ആളാണ് ഇതോ ഈ ഇരിക്കുന്ന ആള്. എന്നിട്ട് അവളെ പറ്റിച്ചു. ആര് പറ്റിച്ചു? നിങ്ങൾ ഇത് കേൾക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ പെങ്ങളോട് ഈ മാന്യദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എത്ര നാൾ വേണേലും കാത്തിരുന്നു, നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ഇപ്പൊ അവൾക്ക് 30 വയസ്സായി. 30 വയസ്സായി. നിങ്ങൾ കേൾക്കണം.
മൂത്ത് ധരിച്ച് നിൽക്കാൻ. ഇവള് കല്യാണം കഴിച്ചിട്ട് വേണം 40 വയസ്സുള്ള എനിക്ക് കല്യാണം കഴിക്കാൻ. 40 വർഷമായിട്ട് മൂത്ത് നരച്ച് ഞാൻ മൂക്കെ കമ്പിയിട്ടേക്കാണ്. മൂക്കലാണോ കമ്പിയിടണേ? പല്ലല്ലേ കമ്പിയിടണേ? അതെ, മൂത്ത് നരച്ച് മൂക്കിൽ കൂടെ പല്ല് കളിച്ചു. ആ പല്ലിൽ കമ്പിയിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താടാ കാര്യം? ഓരോ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ താങ്കൾ എന്നെ ഞാൻ പറഞ്ഞേക്കാല്ലോ. എന്ത് ആവശ്യമില്ലാത്ത കേസ് ഇട്ടുകൊണ്ട് എന്റെ അടുത്ത് വരരുത്. താങ്കൾ എന്റെ അങ്ങനെ വിട്ടൊഴിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പെങ്ങളെ താങ്കൾ കെട്ടണം. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുള്ളത്. ഞാൻ ഇനി ആരെ കെട്ടുന്ന? 7ാം ക്ലാസ് വെച്ച് പറഞ്ഞ കാര്യമൊക്കെ ആരാ പറഞ്ഞത്? ഹലോ മാഷേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പെങ്ങളെ ഇയാൾ കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ വിളിക്കാം. കാഞ്ചനെ, നീ എന്റെ നേരെ കടന്ന് ചാടിത്തുള്ളുവല്ലോ. ഇരിക്കുന്നു, പോയി ചോദിക്ക്. അച്യുതാനന്ദന് എടുക്കാൻ പോട്ടെ, മാലയും കൈ പിടിച്ചോണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കുള്ളതാണെങ്കിൽ ബാക്കിയുള്ളത് എല്ലാം എനിക്കുള്ളതാണെന്ന് നെൽസൺ അന്ന് പറഞ്ഞില്ലേ? നെൽസാ ഇപ്പൊ നാണാവുണ്ടല്ലേ? അന്നേരം പറഞ്ഞപ്പോ ഒരു നാണം ഉണ്ടായിരുന്നില്ല. 7ാം ക്ലാസ് വെച്ച് ഒരു തമാശ പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം വല്ല കാര്യമുണ്ടോ? അത് ശരി, 7ാം ക്ലാസ്സിൽ തുടങ്ങിയ തമാശ 70 വയസ്സായിട്ട് നിർത്തിയില്ലേ താങ്കൾ? നിർത്തുന്നില്ല. സമാധാനം പറ, ഇതിന് സമാധാനം പറ. എന്ത് സമാധാനം? നെൽസാ ഒന്നും പറയണ്ട, നെൽസൺ കെട്ടണം. അന്ന് ഞാൻ അളിയാന്ന് വിളിച്ച വാങ്ങണ്ട്, ഞാൻ വേറെ വല്ലതും വിളിച്ചാൽ പറഞ്ഞല്ലോ. അളിയിൽ അത്രയും മുട്ടിങ് അളിയാൻ പോയി കെട്ടളിയാ. എനിക്ക് വയ്യ, എനിക്ക് 2 പിള്ളേർ കൊണ്ട് ഞാൻ കല്യാണം അടിച്ച് മാറിക്കുന്നതാണ്. നെൽസൺ സംസാരിക്കില്ല. അത് കാലം ഒരു കാഴ്ച വസ്തുവാണ് അല്ലേ കാഞ്ചന? കാഞ്ചനയല്ല, കഞ്ചന. നല്ല പാർട്ടി. അതെ, സംഗതി ഓക്കെയാണ്. അവന്റെ ലക്ഷണം കണ്ടിട്ട് നെൽസൺ നിന്നെ കെട്ടുമെന്ന് തോന്നണില്ല. ഞാനാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കുന്ന ആളുവാ. ഞാൻ അങ്ങ് പ്രേമിക്കാൻ തുടങ്ങിയാലോ? അറിയാം ബിനുവേട്ട, ബിനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് 1125 വട്ടം. ഞാൻ നെൽസനെ സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു 3545 ഇരട്ടി നെൽസൺ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എത്രയായിന്ന് പറ ബിനുവേട്ട, പറ. അപ്പനോട് പോയി പറ. അവള് വേണ്ടാത്ത കണക്ക് ഇല്ലാത്ത കണക്കൊക്കെ ഉണ്ടാക്കി വെച്ച് എന്നോട് കൂട്ടിത്തരാം. ഞാനടി കാൽക്കുലേറ്റർ ആണോ ഇത്രയും വലിയ കണക്കൊക്കെ കൂട്ടിത്തരാൻ? മതിയാലോ നിനക്ക്? ഇങ്ങനെയുള്ള എന്റെ മനസ്സിൽ നിന്ന് നെൽസനെ മുറിച്ചു മാറ്റാൻ കഴിയോ ഇങ്ങക്ക്? പറ ബിനുവേട്ട, പറ. തല നീ എന്തോടി എൻചോടി വായിച്ചു പഠിക്കണോ? നീ കാര്യം പറയാം. ഹലോ, 7ാം ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടാന്ന് കാര്യമല്ല. കൊച്ചിന്റെ മനസ്സിൽ ആഴത്തില് മുറിവേപ്പിച്ചിട്ടാണ് ഇയാൾ ഈ പൂക്കടയുടെ പുറകെ പോയി കാത്തിരിക്കുന്നത്. അപ്പൊ അതൊരു കാര്യം ചെയ്യാം. നെൽസൺ കെട്ടാത്ത ഒരു നിവൃത്തിയില്ല. ഞാൻ പരീക്ഷിച്ചിട്ട് രക്ഷയില്ല. നെൽസൺ കെട്ടിക്കോ. എനിക്കിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും എന്റെ കുടുംബം ജീവിതം തകർക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെൽസൺ കെട്ടിയേ പറ്റുള്ളൂ. അതെ അങ്ങനല്ലേ വേണ്ടത്? അല്ല, അവരല്ല ആളുകൾ പറയുന്നത് ഭൂരിപക്ഷം ഞാൻ സമ്മതിച്ചു. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇല്ല, ഒഴിഞ്ഞു മാറുന്നില്ല. അതാ നല്ലത്. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ മാത്രം ഞാൻ കിട്ടാം. എന്ത് കണ്ടീഷൻ? ആ കുടുംബം തകർന്നോട്ടെ. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ കിട്ടിക്കോളാം. കേക്കട്ടെ. ശബരിമല അയ്യപ്പന് അതിന് മാളികപ്പുറത്തമ്മ, അതെങ്ങനെയാണ്? മാളികപ്പുറത്തമ്മേനെ കിട്ടണമെങ്കിൽ നമ്മുടെ കന്യായപ്പന്മാർ അവിടെ ചെല്ലാതിരുന്നാല് ചെല്ലാതിരുന്നെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഒരു എഗ്രിമെന്റ് എനിക്ക് ചെയ്തു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. അത് ചെയ്തു കൊടുക്കണം. കാരണം എത്ര റിസ്ക് എടുക്കണ്ടല്ലോ പരിപാടിയല്ലേ. ഏത് കന്യായിപ്പനാണ് വരുന്നത്? അല്ല, കന്യായിപ്പനെ എനിക്ക് വേറെ എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ ഒന്ന് വെച്ചാൽ എഗ്രിമെന്റ് പറയാം. ഞാൻ എന്ന് തമാശ പറച്ചിൽ നിർത്തുന്നോ അന്ന് ഞാൻ കല്യാണം കഴിക്കും. ഉറപ്പാണ്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നെൽസൺ എന്നെ കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ അണ്ണ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ച അയാള് സമ്മതിക്കത്തില്ലെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാൻ ഇതെല്ലാം കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഓടി വരാം. അത് മാത്രമല്ല, പ്രസിദ്ധ കല്യാണക്കുറി അടിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഓ ശരി ശരി, ഞാൻ അളിയനായിട്ട് ഒന്ന് കൂടിയിട്ടങ്ങ് വരാം. അളിയാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കാണാം. പിന്നെ
അളിയൻ മറ്റേ എന്നാണ് നിർത്തുന്നത്? മറ്റേത് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഓ അളിയൻ കോമഡി പരിപാടി നിർത്താന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് അവളെ കെട്ടുന്നേ? എന്തോ കോമഡി പരിപാടി നിർത്തിയിട്ട് കോമഡി പരിപാടി നടത്തണമെങ്കിൽ എൻ്റെ ജീവൻ പോണം. ഞാൻ മൂത്ത് നരയ്ക്കാതെ സത്യം ഞാൻ എൻ്റെ കോമഡി പരിപാടി നടത്തത്തില്ല, അതുറപ്പാ. അയ്യോ അയ്യോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലവളിപ്പോ പോയി പ്രസ്സിൽ പോയില്ല, അത് അടിക്കും. ആ. അതിന് മുമ്പ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. അതെ, വാക്ക് പറഞ്ഞ നിന്നെ തേച്ചു. ആങ്ങളെയും പെങ്ങളും വന്നേക്കുന്നു. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു അധ്യായത്തിൽ. ബൈ.